പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. അപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 മഹാമകം, അല്ലെ ലോക ഫുട്ബോളിൻ്റെ മാമാങ്കം, അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി അത് നമ്മളെ പലരെയും ത്രസിപ്പിച്ച്, ആഹ്ലാദിപ്പിച്ച്, ചില സമയത്ത് സങ്കടം വരുത്തി, നിരാശപ്പെടുത്തി മുന്നോട്ട് പോകണേന്. ഇതൊക്കെ ഫുട്ബോളിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്. നമുക്കിഷ്ടപ്പെട്ട ചില ടീമുകൾ തോക്കുന്നത് നമുക്ക് കാണും. നമുക്കിഷ്ടപ്പെട്ട കുറേ താരങ്ങൾ തോറ്റ് പുറത്താവുന്നു. പിന്നെ റഫറിയുടെ പിഴവുകൾ മൂലം നിർഭാഗ്യവശാൽ കുറച്ച് പേര് വളരെ ദാരുണമായ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു. ഈ വർഷത്തെ വേൾഡ് കപ്പിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റഫറിയുമായി ബന്ധപ്പെട്ട്, മാച്ചുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാക്സിമം ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ വളരെയധികം ടെക്നോളജിയൊക്കെ അഡ്വാൻസ് ആയേക്കുന്ന കാലമാണ്. ഫേവറിസവും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഫുട്ബോളിനുള്ള ആരാധന മൂലം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. അപ്പോൾ അത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ജനങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു കളിയാണ്. അല്ലാണ്ട് ക്രിക്കറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്ത് മാത്രം, അല്ലെ കുറച്ച് കൺട്രികൾ മാത്രം കളിക്കുന്ന കളിയല്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കളിക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് വിമർശനങ്ങളും ഒക്കെ കാണും. ചെറിയൊരു തെറ്റ് പോലും ആൾക്കാർ വളരെ മോശമായിട്ട് കാണും. അതിൻ്റെ ഒപ്പം തന്നെ ഓരോ രാജ്യങ്ങൾക്കും ആരാധകരുണ്ട്, കളിക്കാർക്ക് ഫാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നടത്തുന്ന രാജ്യത്തെ പ്രസിഡന്റ് നേരിട്ട്, അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട് എന്താ പറയണ, റെഡ് കാർഡ് കൊടുത്തത് ക്യാൻസലാക്കുക, അതൊക്കെ വളരെ മോശമായി. അതുപോലെ തന്നെ അവിടെ കളിക്കാൻ വരുന്ന കളിക്കാരെ വളരെ മോശമായിട്ട് പെരുമാറുക, ചിലർക്ക് വിസ കൊടുക്കാണ്ടിരിക്കുക, ഒഫീഷ്യൽസിനും അവരുടെ ടെക്നീഷ്യൻസിനും ഒന്നും വിസ കൊടുക്കാണ്ടിരിക്കുക, റഫറിമാരെ പോലും, വലിയ വലിയ റഫറിമാരെ പോലും അമേരിക്കയിൽ കയറ്റാണ്ടിരിക്കുക. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കളി നടത്താൻ പാടില്ല. അങ്ങനെ കുറേ പുഴുക്കുത്തുകളൊക്കെ എല്ലാം ഉണ്ടായി. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതുവരെ നടന്ന ഒരു വേൾഡ് കപ്പിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് 48 ടീമിനെ, ഇത്രയധികം ടീമിനെ കൊണ്ടുവന്നൊരു വേൾഡ് കപ്പ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവം തന്നെ. അത് വിരസമായിരിക്കുമെന്നാണ് ഞാൻ പോലും പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഇതേവരെ കേൾക്കാത്ത, പേര് പോലും കേൾക്കാത്ത പല കൺട്രികളും വന്ന് കളിച്ചു. കാബെ വെർദെ പോലെയുള്ള അവരൊക്കെ എന്ന് പറഞ്ഞാൽ വിറപ്പിച്ചിട്ട് നമ്മളിലേക്ക് ഹൃദയം കീഴടക്കിയാണ് പുറത്തു പോയത്. അതുകൊണ്ട് നമ്പർ ഓഫ് ടീംസ് കൂട്ടിയത് ഒരു കാരണവശാലും മോശമാണെന്ന് ഞാൻ പറയത്തില്ല. നല്ലതാണ്. പക്ഷെ അത് കളിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അമേരിക്കയിലെ പോലെ, അതുപോലെ ഈ ഭ്രാന്ത് പിടിച്ച തലക്ക് വിവരമില്ലാത്ത ഒരുത്തനൊക്കെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരു രാജ്യത്തൊന്നും നടത്താൻ പാടില്ലായിരുന്നു. അതാണ് പ്രശ്നം. നേരിട്ട് അവിടുത്തെ റഫറീനെയൊക്കെ നേരിട്ട് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ വിളിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുക, രഹസ്യമായിട്ടൊക്കെ ചെയ്യണേ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അയാൾ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ് മാറ്റിച്ചെന്നൊക്കെ പറയുക. അയാൾക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മന്ദബുദ്ധിയെങ്കിലും വിളിക്കായിരുന്നു. അതുപോലും ഇല്ല അയാൾക്ക്. പോട്ടെ, അതല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. 48 ടീം കളിച്ചു. പല രാജ്യങ്ങളും പുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അവരുടെയൊക്കെ കളികളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഇനി അതൊരു ഭൂഖണ്ഡാടിസ്ഥാനത്തിൽ എടുക്കണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നിരാശയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. നമുക്കിതേവരെ വേൾഡ് കപ്പിൽ ഒരു ടീമിനെ വിടാനായിട്ടുള്ള യോഗ്യത നേടാനായില്ല. അത് ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും ദുഃഖിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കാരൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, കഴിവുള്ള സ്കിൽഡായിട്ടുള്ള ആൾക്കാരും ഇല്ലാഞ്ഞിട്ടല്ല. നമ്മുടെ ഇവിടെ സ്പോർട്സിനെ
കൊടുക്കുന്ന ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുന്നത് ക്രിക്കറ്റിനെയൊക്കെ ഇങ്ങനെ വളർത്തി ഇത്രയും കൊണ്ടുവന്നതിൻ്റെ 10% ഫുട്ബോളിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന വെച്ചെങ്കിൽ ഇന്ത്യയൊക്കെ പണ്ടേ വേൾഡ് കപ്പ് കളിച്ചാണ്. ഓക്കെ, നമുക്ക് ഏഷ്യൻ ഫുട്ബോളിലൊക്കെ മെഡൽ നേടി ചരിത്രമൊക്കെ ഉണ്ട്. പാളില്ലാഞ്ഞിട്ടല്ല, നേരെ ചൊവ്വി നടത്തിക്കൊണ്ടുപോയി അതിന് വേണ്ടിയിട്ട് മെനക്കെടാനും അതിനുവേണ്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവൊന്നുമില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അതിൻ്റെ പൊളിറ്റിക്സ്, നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയം, ഭരിക്കുന്നവരുടെ ഇച്ഛാശക്തിയുടെ കുറവ്, എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. നമുക്കെല്ലാവർക്കും അറിയാം എന്തോ കുഴപ്പമുണ്ട്. നാച്ചുറലി അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റാണ്. രണ്ടാമത്തത് ഈ സ്പോർട്സുകളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഓർഗനൈസേഷൻസാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. ഇനി ഏഷ്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഏഷ്യയിൽ നിന്ന് ഒരു 10 കൺട്രി വേൾഡ് കപ്പിൽ ക്വാളിഫൈ ആയിട്ട് പോവുക. 10 ഒരെണ്ണം ന്യൂസിലാൻഡാണ്. ബാക്കി ഓസ്ട്രേലിയ ഉൾപ്പെടെ നമ്മൾ 10 കൺട്രി. ഞാൻ ന്യൂസിലാൻഡിനെ കൂട്ടിയതാണ്. 10 കൺട്രി പോയിട്ട് ആകെ രണ്ട് രാജ്യങ്ങൾ. അതിൽ ഒരെണ്ണം ഉള്ളൂ ഏഷ്യൻ കൺട്രി എന്ന് പറയാം, ജപ്പാൻ. രണ്ടാമത്തത് ഓസ്ട്രേലിയയുടെ ഏഷ്യൻ കൺട്രി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അവരെടുത്തേക്കണതുകൊണ്ടാണ് ഓസ്ട്രേലിയനെ കൂട്ടിയത്. ആ 10 8 നോക്കൗട്ട്, എന്താ പറയണ, ഗ്രൂപ്പ് ലെവലിൽ തന്നെ പുറത്തായി. 2 ടീമിന് നോക്കൗട്ടിലോട്ട് വരാൻ പറ്റുള്ളൂ. ജപ്പാനൊക്കെ നന്നായിട്ട് കളിച്ചിട്ട് തന്നെ വന്നത്. ആസ്ട്രേലിയയും കളിച്ചു, പക്ഷേ അവർക്ക് റൗണ്ട് ഓഫ് 32 തന്നെ പുറത്താകേണ്ടി വന്നു. വളരെ മോശം ടീമായിട്ടൊന്നും അല്ല, നല്ല ടീമായിട്ട് തന്നെയാണ് അവർ കളിച്ച് പുറത്തായത്. ആകെയുള്ളത് ഒരു ഇറാനാണ് പിന്നെ പറയാൻ പറ്റിയത്. ഇറാനും ഒരൊറ്റ കളിയും തോക്കാതെ ഏറ്റവും ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ അവരുടെ കളിക്കുന്ന സാഹചര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ യുദ്ധം നടക്കണം. രണ്ടാമത് കളിക്കാൻ പോണ അമേരിക്കയിൽ അവരെ കയറ്റുന്നില്ല, അവരുടെ കളിക്കാരെ കയറ്റുന്നില്ല, അവരുടെ ഒഫീഷ്യൽസിനെയും ടെക്നീഷ്യനെയും കയറ്റുന്നില്ല. അവസാനം കളി തുടങ്ങിയപ്പോൾ അമേരിക്കയിലാണ് കളിയെങ്കിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെല്ലുക, കളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് മെക്സിക്കോയിലോട്ട് പോവുക. അത്രയും ഭയങ്കര ദുരിതപൂർണമായ സാഹചര്യങ്ങളിലും സിറ്റുവേഷനിലും അവർ കളിച്ചിട്ട് ഒറ്റ കളി പോലും അവരാർക്കും തോൽപ്പിക്കാൻ പറ്റിയില്ല. 3 കളിയിലും ഡ്രോയാണ് പിടിച്ചത്. അത് തന്നെ വലിയ കാര്യമാണ്. കാബ ബെഡ്രെ 3 കളി കളിച്ചു, 3 കളിയിലും ഡ്രോ പിടിച്ചു. അവർ നോക്കൗട്ടിൽ വന്ന്, നോക്കൗട്ടിൽ ഇപ്പോഴത്തെ ചാമ്പ്യന്മാരായ അല്ലെങ്കിൽ നമ്പർ 1 അർജൻറ്റീനയെ വിറപ്പിച്ചിട്ടാണ് അവർ പോയത്. ഭാഗ്യദോഷം കൊണ്ട് ഇറാൻ അങ്ങനെ ഒരു സാധ്യത കിട്ടിയില്ല. രണ്ടുപേർക്കും ഒരേ പോയിൻ്റാണ്. പക്ഷെ ആ ഗ്രൂപ്പിൽ 2 ടീമേ അഡ്വാൻസ് ചെയ്തുള്ളൂ, അർജൻറ്റീനയും കാബ വെർഡയും. ബാക്കി 2 ടീമും പുറത്ത് പോയി, ഉറുഗ്വേയും എല്ലാവരും. ഇറാൻ്റെ ടീമിൽ അവർക്ക് ഒറ്റക്കളിയും തോറ്റിട്ടില്ലെങ്കിലും ഒരു ടീം ഒരു കളി ജയിച്ച കാരണം അയാൾക്ക് 4 പോയിൻ്റായിട്ട് അവർ അഡ്വാൻസ് ചെയ്ത് ഇവർക്ക് ഭാഗ്യദോഷം കൊണ്ട് പുറത്തു പോയി. പിന്നെ ഉള്ളതൊന്ന് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയ ഒരു കളിയെ ജയിച്ചിട്ടുള്ളൂ, 3 പോയിൻറ്റും ഉണ്ട്. ബാക്കി 2 കളിയും തോറ്റു. ഒരു കളിയെങ്കിലും ഡ്രോ പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് നോക്കൗട്ടിൽ വരാൻ പറ്റുമായിരുന്നു. ബാക്കിയുള്ള ടീമുകളൊന്നും അത്ര നന്നായി കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. തീരെ മോശമായി കളിച്ചെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഏഷ്യൻ കൺട്രീസ് ഇനിയും കരുത്ത് തെളിയിച്ചും മുന്നോട്ട് വരണം. സാധാരണ കരുത്ത് തെളിയിക്കാറുള്ള സൗദി അറേബ്യ അങ്ങനെയുള്ള കുറച്ച് ടീമുകളൊന്നും അത്ര നന്നായി കളിച്ചില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഇനി സൗത്ത് അമേരിക്കൻ കൺട്രീസ് എടുത്തു കഴിഞ്ഞാലും അവിടെയും ഈ പറയുന്ന പോലെ 6 ടീമും കണ്ടും വന്നു ക്വാളിഫൈ ആയിട്ട്. അതിൽ ഉറുഗ്വേ ഉൾപ്പെടെ 2 കൺട്രി പുറത്തുപോയി നോക്കൗട്ടിലെത്താതെ. ബാക്കിയുള്ളവരിൽ ആ 2 ടീം വെച്ച് ബാക്കിയെല്ലാം അവർ നോക്കൗട്ടിൽ വന്ന് പ്രീ ക്വാർട്ടർ വരെ കൊളംബോ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെമി ഫൈനലിൽ അർജൻറ്റീന ഉണ്ട്. ബാക്കി എല്ലാവരും പോയി. പക്ഷേ അവരുടെ ഒരു പഴയ ഒരു ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് അവർ കളിക്കുമായിരുന്നു. അതിൽ ഏറ്റവും നിരാശപ്പെടുത്തിയത് ഉറുഗ്വേയാണ്. ഇനി ഹോസ്റ്റ് നേഷൻ്റെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിഫൈ ചെയ്യാനാണ്. അവർ 3 പേരും അമേരിക്ക, മെക്സിക്കോ, കാനഡ ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിൽ അമേരിക്കയും മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ഒരു കളി പോലും തോക്കാതെ 9 പോയിൻ്റായിട്ട് നോക്കൗട്ടിൽ വന്നതാണ്. അമേരിക്കക്ക് ഒരു തോൽവി ഉണ്ടായിരുന്നു, എന്നാലും ഗ്രൂപ്പ് ലീഡേഴ്സ്മാരായിട്ടാണ് വന്നത്. കാനഡ മാത്രമാണ് 2ാം സ്ഥാനക്കാരായിട്ട് നോക്കൗട്ടിൽ വന്നത്. നോക്കൗട്ടിൽ പറയുന്ന പോലെ മെക്സിക്കോയും അമേരിക്കയും പ്രീ ക്വാർട്ടറിലോട്ട് ക്വാളിഫൈ ആയി. പക്ഷേ കാനഡ റൗണ്ട് ഓഫ് 32 തന്നെ ഔട്ടായി. പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയും പോയി, അമേരിക്കയും പോയി, അവരുടെ കാര്യം കഴിഞ്ഞു. പിന്നെ ഉള്ളത് യൂറോപ്യൻ കൺട്രീസാണ്. യൂറോപ്യൻ കൺട്രിയിൽ 16 ടീമുണ്ടായിരുന്നു. അതിൽ 3 പേര് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പോയി. പ്രീ ക്വാർട്ടറിൽ ഇപ്പോൾ അവസാനം സെമി ഫൈനലിൽ 4 ടീം എത്തിയേക്കണതിൽ 3 പേരും യൂറോപ്യൻ കൺട്രീസാണ്. അപ്പോൾ അവർ ആധിപത്യം പണ്ട് മുതലേ ഉണ്ട്, അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ സെമി ഫൈനൽ കളിക്കുന്ന ടീമുകളെ കുറിച്ച് പറയാം. ഓക്കെ, നന്ദി, നല്ല നമസ്കാരം.